Good evening, everyone. Welcome back to yet another live session from Tiju's Academy, Tiruvalla branch, and this is me, Abhiya from Tiju's Academy. So, let's wait a few seconds for our participants to join. എല്ലാവരും ഒന്ന് ജോയിൻ ആയിക്കോട്ടെ and then we'll start today's session. As you all know, we are discussing about speaking module. ഞാൻ സ്പീക്കിംഗ് മൊഡ്യൂളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. So, if you are having any concerns regarding your speaking module, you can comment it down and we'll be discussing about it. Okay. So, എന്ത് കൺസേൺസ് ഉണ്ടെങ്കിലും if you are having even a minute concern, you can comment it down and we will discuss it regarding that. Okay. So, I know everyone must be tense related to your examination. This Saturday namak examination undu, that is on 31st, and I know everyone must be really worried and tensed. പക്ഷേ എന്ത് ചെയ്യണ്ട, ടെൻസ്ഡ് ആവണ്ട, worried ആവണ്ട. We got you and don't worry, നിങ്ങളുടെ എക്സാം ഒക്കെ നന്നായിട്ട് നടക്കും. കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക നന്നായിട്ട്. എൻ്റെ എല്ലാ ലൈഫ്സിലും ഞാൻ പറയുന്ന പോലെ സ്പീക്കിങ്ങിന് എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു സ്പീക്കിംഗ് what you need to have is കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ നമ്മൾക്ക് അത്യാവശ്യമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സ്പീക്കിംഗ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ആൻഡ് ആസ് യു ക്യാൻ സീ, today we are discussing about a bystander card, and ഒരു bystander type case ആണ് നമുക്ക് വരുന്നത്. And everyone will be knowing that നമ്മളുടെ റോൾ പ്ലേ കാർഡിന് when it comes to examination, നമ്മളുടെ റോൾ പ്ലേ കാർഡിന് എന്താണ്, നമ്മളുടെ ഒരു റോൾ പ്ലേ കാർഡ് പേഷ്യൻറ്റുമായിട്ടും മറ്റൊരു റോൾ പ്ലേ കാർഡ് ബൈസ്റ്റാൻഡർ സ്പീക്കിങ്ങും ആയിരിക്കും, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സ്പീക്കിങ്ങും ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന, ഇന്ന് ഞാൻ സ്ഥിരം എടുക്കാറുള്ളത് പേഷ്യൻ്റ് ബേസ്ഡ് ആണ്. ഇന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഐ ഹാവ് ടേക്കൺ ബൈസ്റ്റാൻഡർ റോൾ പ്ലേ കാർഡ്, ആൻഡ് ടുഡേ വി വിൽ ഡിസ്കസ് റിഗാർഡിംഗ് ദാറ്റ്. Okay, so let's wait a couple of seconds for our participants to join and then we'll start today's session. അവരും കൂടെ ഒന്ന് ജോയിൻ ആയിക്കോട്ടെ, then we'll start it. Okay. So everyone must be eagerly waiting what is today's case. എന്താണ് ഇന്നത്തെ കേസ്, എങ്ങനെയായിരിക്കും എന്നുള്ളത്. Some of you might have seen the case, പക്ഷേ there are people who don't know about this. അപ്പം നമ്മൾക്കതൊന്ന് നോക്കാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഒരു കുറച്ച് നേരം കൂടെ ലെറ്റ്സ് വെയിറ്റ്. ആൻഡ് എല്ലാവരും ഒന്ന് ജോയിൻ ആയിക്കഴിഞ്ഞാൽ വിൽ സ്റ്റാർട്ട് ഇറ്റ് ഓൾ ടുഗെദർ സോ ദാറ്റ് എവ്രി വൺ വിൽ ഗെറ്റ് ദ സെയിം തിങ് വാട്ട് ഐ എം സേയിങ്. ഓക്കെ, ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് സെഷൻ. ഓക്കെ, സോ ഹോപ്പ് എവ്രി വൺ ഈസ് ഡൂയിങ് വെൽ ആൻഡ് ഫൈൻ. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ദർ ആർ മെനി പീപ്പിൾ ഹു വാസ് കമൻറ്റിങ് ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എല്ലാവരും സുഖമായിട്ട് കോഫിയൊക്കെ കുടിച്ച് അല്ലെ ടീ ഒക്കെ കുടിച്ച് റെഡി ആയിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേ സെഷൻ വിതൗട്ട് എനി ഡിലേ. Okay, so this is our role play card. As you can see on the screen, our setting is a reception center at public hospital, and our task or the scenario is you are working at the reception desk of a public hospital. The son or daughter of an 81-year-old man who has recently been diagnosed as suffering from kidney failure and who is to undergo a tri-weekly dialysis program has approached you to ask questions about his or her father's medical condition and the proposed treatment. ഓക്കെ, സോ എന്താണ്, നമ്മളുടെ പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡറാണ് ഐദർ ദ സൺ ഓർ ദി ഡോട്ടർ. ഫസ്റ്റ് ലൈൻ റിലേഷനാണ്. അവർ സൺ ഓർ ഡോട്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ റിസപ്ഷനിൽ വന്നേക്കാണ്. അവരുടെ അച്ഛന് എന്ത് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്, കിഡ്നി ഫെയിലിയർ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി ഹാസ് ടു ഗോ ട്രൈ വീക്ക്ലി ഡയാലിസിസ് പ്രോഗ്രാം. The bystander has approached you to ask questions about his or her father's medical condition and the proposed treatment. Okay, and നമ്മുടെ ടാസ്ക് നോക്കിക്കേ, find out what the son or daughter already know about dialysis, explain what kidney failure is, kidneys are no longer working, and
able to remove waste. അത് വർക്ക് ചെയ്യുന്നില്ല, ദാറ്റ് മീൻസ് അത് എന്ത് ചെയ്യുന്നില്ല, വേസ്റ്റ് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഡിസ്ക്രൈബ് വാട്ട് ഡയാലിസിസ് ഈസ്. അപ്പോൾ ഡയാലിസിസ് എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുക. മെഷീൻ ക്ലീൻസ് ദ ബ്ലഡ് ആൻഡ് റിവേർട്ട് ഇറ്റ് ബാക്ക് ടു ദ ബോഡി. മെഷീൻ എന്ത് ചെയ്യും, ബ്ലഡ് ക്ലീൻ ചെയ്തിട്ട് ബോഡിയിലേക്ക് തിരിച്ച് കൊണ്ടുവരും. എക്സ്പ്ലെയിൻ വൈ ഹിസ് ഓർ ഹർ ഫാദേഴ്സ് ട്രീറ്റ്മെൻറ്റ് ഈസ് ടു ഹാപ്പൻ 3 times a week. എന്തുകൊണ്ടാണ് ഇത് 3 times a week ചെയ്യേണ്ടത് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ പറയുക, എൻ സ്റ്റേജ് കിഡ്നി ഫെയിലിയർ കാരണവും യൂറിൻ പ്രൊഡക്ഷൻ ഇല്ലാത്തത് കാരണം സ്വെല്ലിംഗ് ഉണ്ടാവാനുള്ള കാരണവും കൊണ്ടാണെന്ന് പറഞ്ഞേക്കുക. സെമിക്കോളൻ ഇട്ട് തന്നേക്കാണ്. ദാറ്റ് മീൻസ് യൂറിൻ പ്രൊഡക്ഷൻ ഇല്ലാണ്ടായാൽ സ്വെല്ലിംഗ് ഉണ്ടാവും എന്നാണ് അതിൻ്റെ മീനിങ്. 2 കാര്യങ്ങളെ ഒന്നിച്ച് ചേർക്കാൻ, അതിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തേക്കുന്നത്, ആ കോളൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എക്സ്പ്ലെയിൻ ദാറ്റ് ഹിസ് ഓർ ഹർ ഫാദേഴ്സ് മെഡിക്കൽ കണ്ടീഷൻ ഈസ് അൺലൈക്ലി ടു ഇംപ്രൂവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ മെഡിക്കൽ കണ്ടീഷൻ ഇംപ്രൂവ് ആവാൻ സാധ്യത കുറവാണ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇറ്റ് ഈസ് വെരി അൺലൈക്ലി ഹിസ് കിഡ്നീസ് വിൽ സ്റ്റാർട്ട് വർക്കിംഗ് എഗെയിൻ. എന്താണ്, അതും അവരുടെ കിഡ്നീസ് തിരിച്ച് വർക്ക് ചെയ്യും എന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗിവ് ഡീറ്റെയിൽസ് അബൌട്ട് വെദർ ദ ട്രീറ്റ്മെൻറ്റ് ഈസ് പെയിൻഫുൾ ഓർ ഹാസ് എനി സൈഡ് ഇഫക്ട്സ്. ട്രീറ്റ്മെൻറ്റ് പെയിൻഫുൾ ആണോ, അതിനെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫറ്റീഗ്, ലോ ബ്ലഡ് പ്രഷർ, മസിൽ ക്രാംസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. പിന്നെന്താണ്, ടാക്ട്ഫുള്ളി warn what could happen if his or her father decided not to continue with his dialysis treatment. ഡയാലിസിസ് ട്രീറ്റ്മെൻറ്റ് വെച്ച് എങ്ങനെയാണ് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്, ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് എന്ത് ചെയ്യുക, അത് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ പേഷ്യൻറ്റ് വിൽ ബിക്കം വെരി ഇൽ, ഫേറ്റൽ ആകുമെന്ന്. ഓക്കെ, സോ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ചിലവർക്ക് വേണമെങ്കിൽ ഒരു ഡൗട്ട് വരാം, ഈ ട്രൈ വീക്ക്ലി ഡയാലിസിസ് പ്രോഗ്രാം എന്താണെന്നൊക്കെ. ഇപ്പം സ്പീക്കിംഗ് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്കാണ് എങ്കിൽ വിത്തൗട്ട് എനി പ്രാക്ടീസ് ചില സ്റ്റുഡൻസ് എന്ത് ചെയ്യാറുണ്ട്, എക്സാം അപ്പിയർ ചെയ്യാറുണ്ട്. അപ്പം ഈ ട്രൈ വീക്ക്ലി എന്നൊക്കെയുള്ള വേർഡ് കാണുമ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ആവണമെന്ന് നിർബന്ധമില്ല. സോ അങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ നമ്മളുടെ ഇൻ്റർലോക്യൂട്ടറിൻ്റെ അടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡൗട്ട് ചോദിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? നിങ്ങൾക്കൊരു സെൻറ്റൻസ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രേസിൻ്റെ മീനിങ് മനസ്സിലായില്ല എങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ 5th ബുള്ളറ്റിൻ പോയിന്റിനകത്ത് പറയുന്നുണ്ട്, എക്സ്പ്ലെയിൻ ദാറ്റ് ഹിസ് ഓർ ഹർ ഫാദേഴ്സ് മെഡിക്കൽ കണ്ടീഷൻ ഈസ് അൺലൈക്ലി ടു ഇംപ്രൂവ് എന്ന് പറയുന്നുണ്ട്. ചിലപ്പം അതിൻ്റെ മീനിങ് മനസ്സിലായി എന്ന് വരില്ല. അപ്പം നിങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ ഒരു വേർഡിൻ്റെ അല്ലെങ്കിൽ ട്രൈ വീക്ക്ലിൻ്റെ വേർഡിൻ്റെ മീനിങ് അല്ലെങ്കിൽ അൺലൈക്ലി ടു ഇംപ്രൂവ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അവരുടെ അടുത്ത് ചോദിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡയാലിസിസ് എന്താണെന്ന് ചോദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ എന്താണെന്ന് ചോദിക്കാൻ പാടില്ല, പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, നോ പ്രൊഡക്ഷൻ, യൂറിൻ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. മെഡിക്കൽ റിലേറ്റഡ് ഡൗട്ട്സ് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കാൻ പാടില്ല. ഇൻസ്റ്റഡ് വി ക്യാൻ ആസ്ക് ഡൗട്ട്സ് റിലേറ്റഡ് ടു ഇംഗ്ലീഷ് ലാംഗ്വേജ്, ദാറ്റ് ഈസ് ട്രൈ വീക്ക്ലി എന്നോ, പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ 5th ബുള്ളറ്റിൻ പോയിൻ്റ് സെൻറ്റൻസ് അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കുന്നതിന് എന്തില്ല, കുഴപ്പമില്ല. ഇറ്റ് ഈസ് കോമൺ ടു ആസ്ക് ഡൗട്ട്സ്. ഓക്കെ, ഇറ്റ് ഡസൻ മീൻ ദാറ്റ് അവർ നമ്മൾ ജഡ്ജ് ചെയ്യും, ഈ കുട്ടിക്ക് അറിയത്തില്ല, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമില്ല. പക്ഷേ ഇറ്റ് ഈസ് ബെറ്റർ എന്താണ്, നിങ്ങൾ എല്ലാ ടൈപ്പ് ഓഫ് കേസസും സിനേരിയോസും നമ്മൾ പഠിച്ചു പോയി എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദി റോൾ പ്ലേ. എങ്ങനെ നമുക്ക് ഈ റോൾ പ്ലേ സ്റ്റാർട്ട് ചെയ്യാം, ഇത് ഏത് ടൈപ്പ് ഓഫ് കേസാണ് നിങ്ങളൊന്ന് പറയാമോ, ഒന്ന് ഗസ് വർക്ക് ചെയ്യാമോ, ഏത് ടൈപ്പ് ഓഫ് കേസ് ആയിരിക്കും എന്നുള്ളത്. ഇത് ഏത് ടൈപ്പ് ഓഫ് കേസ് ആയിട്ട് വരാനായിരിക്കും സാധ്യത, നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കിക്കേ. നോൺ കേസാണോ, അൺനോൺ കേസാണോ, അൺനോൺ ടു നോൺ കേസാണോ, ജസ്റ്റ് എക്സാമിൻഡ് ആണോ, കൺഫർമേഷൻ കേസാണോ, ഏത് ടൈപ്പ് ഓഫ് കേസ് ആയിരിക്കും വരാൻ സാധ്യത? ഓക്കെ, സോ പലരും പല രീതിയിലാണ് ഇതിൻ്റെ വരുന്നത്. കൺഫർമേഷൻ കേസ് പറയുന്നവരുണ്ട്, അൺനോൺ പറയുന്നുണ്ട്, നോൺ പറയുന്നുണ്ട്. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഇത് ഏത് കേസിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്? ഒന്ന് ഗസ് വർക്ക് ചെയ്ത് നോക്കി.
സോ ഇത് ഏറ്റവും നല്ലത് എന്താണ്, ഒരു അൺനോൺ കേസായിട്ട് പോകുന്നത് തന്നെയായിരിക്കും. ഇയാളെ എവിടെ ഡയഗ്നോസ് ചെയ്തെന്ന് നമുക്കറിയില്ല. ഇത് നോൺ കേസ് ഇവിടെ തന്നെ ഉള്ള പേഷ്യൻ്റ് ആണോ എന്നറിയത്തില്ല. ഇതൊരു പബ്ലിക് ഹോസ്പിറ്റലിലെ റിസപ്ഷൻ സെൻ്റർ ആണ്. അപ്പം ഇവിടെ തന്നെ ആണോ ഡയഗ്നോസ് ചെയ്തത്, വേറെ എവിടെയെങ്കിലും ആണോ ഡയഗ്നോസ് ചെയ്തത്, ആരെങ്കിലും നമുക്ക് റെഫർ ചെയ്തിട്ടുണ്ടോ, കൺഫേം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, ഒന്നും നമുക്ക് തന്നിട്ടില്ല. സോ ഇറ്റ്സ് ബെറ്റർ ഇഫ് വി സ്റ്റാർട്ട് ഇറ്റ് ഇൻ എ അൺനോൺ വേ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക, ഗുഡ് മോർണിംഗ്, പ്ലീസ് ബി സീറ്റഡ്, ഹൗ മേ ഐ ഹെൽപ്പ് യു today, well, what brings you here today, അല്ലെങ്കിൽ good morning, please be seated, my name is so and so, working at this reception desk of this public hospital. ഓക്കെ, സോ എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ ഇവിടുത്തെ റിസപ്ഷൻ ഡെസ്കിൽ വർക്ക് ചെയ്യുന്ന നേഴ്സാണ് ഇൻ ദിസ് പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് എന്ത് ചെയ്യാം, പറയുക. എന്നിട്ട് നമ്മൾ ചോദിക്കുക, ഹൗ മേ ഐ ഹെൽപ്പ് യു ടുഡേ, വാട്ട് ബ്രിങ്സ് യു ഹിയർ ടുഡേ. അപ്പോൾ അയാൾ പറയും, നഴ്സ്, എൻ്റെ ഫാദറിന് കിഡ്നി ഫെയിലിയർ ആണ് ആൻഡ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, ട്രൈ വീക്ക്ലി ഡയാലിസിസ് പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് ഫാദറിൻ്റെ മെഡിക്കൽ കണ്ടീഷനെ പറ്റിയും ആ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയും കുറച്ചുകൂടെ നന്നായിട്ട് അറിയാൻ വേണ്ടി ഞാൻ വന്നേക്കുകയാണെന്ന് പറയും, അല്ലേ. ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർ നമ്മുടെ അടുത്തോട്ട് വന്നിരിക്കുന്നത്. സോ അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡർ അവിടെ പറഞ്ഞേക്കാണ്, നഴ്സ്, ഐ എം ഹിയർ ടു ഡിസ്കസ്, ഐ വോണ്ട് ടു ആസ്ക് യു സം ക്വസ്റ്റ്യൻസ് അബൌട്ട് മൈ ഫാദേഴ്സ് മെഡിക്കൽ കണ്ടീഷൻ ആൻഡ് ദ പ്രപ്പോസ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഹിം എന്ന് ബൈസ്റ്റാൻഡർ പറയാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താണ്, പ്ലീസ് ഡോണ്ട് വറി, അല്ലെങ്കിൽ I acknowledge your concern, I can understand your concern, your concerns are valid, അല്ലെങ്കിൽ I get your concern, but don't worry, you are at the right place and I'm here to help you. I will give you all the information regarding your father's medical condition and the proposed treatment എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ നമ്മൾക്ക് അവിടെ ചോദിക്കാൻ പറ്റും, കുഡ് യു പ്ലീസ് ടെൽ മീ യുവർ ഫാദേഴ്സ് നെയിം ആൻഡ് ഏജ് ഫോർ മൈ ഡോക്യുമെൻറ്റേഷൻ പേർപ്പസ്. എൻ്റെ ഡോക്യുമെൻറ്റേഷൻ പേർപ്പസിന് വേണ്ടി ഫാദറിൻ്റെ നെയിമും ഏജും പറയാമോ എന്ന് ചോദിക്കും. ആൻഡ് ഫാദറിൻ്റെ മെഡിക്കൽ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും തരാമോ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. ഡു യു ഹാവ് എനി മെഡിക്കൽ റെക്കോർഡ്സ് ഓഫ് യുവർ ഫാദർ വിത്ത് യു? നിങ്ങളുടെ ഫാദറിൻ്റെ എന്തെങ്കിലും മെഡിക്കൽ റെക്കോർഡ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഫാദറിൻ്റെ പേരും ഏജും ചോദിച്ചു, ഫാദറിൻ്റെ മെഡിക്കൽ റെക്കോർഡ്സും നമ്മൾ അവിടുന്ന് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇയാളുടെ പേര് ചോദിക്കുക. ഫോർ മൈ കമ്മ്യൂണിക്കേഷൻ പർപ്പസ് കുഡ് യു പ്ലീസ് ടെൽ മീ യുവർ നെയിം. എൻ്റെ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടി നിങ്ങളുടെ പേരൊന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഹൗ മേ ഐ അഡ്രസ് യു എന്നുള്ള രീതിയിൽ ചോദിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇയാൾ പേര് പറഞ്ഞു, അച്ഛൻ്റെ പേര് മാത്യു എന്നും മകൻ്റെ പേര് എന്താണ്, ആൽഫ്രഡ് എന്നുമാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ആൽഫ്രഡ് ഈസ് അവർ ബൈസ്റ്റാൻഡർ. അപ്പം മാത്യു എന്നുള്ള പേര് നമുക്ക് എന്ത് വേണ്ട, അത്ര വറീഡ് ആവേണ്ട ആവശ്യമില്ല. നമുക്കവിടെ ഫാദർ ആണെന്ന് മനസ്സിലായി, മകനാണെന്നും മനസ്സിലായി. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി, യോർ ഫാദർ എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു പോകാം. മാത്യു എന്നുള്ള പേര് അവിടെ കൺഫ്യൂസിങ് ആയിട്ട് അവിടെ എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ബൈസ്റ്റാൻഡറിൻ്റെ പേര്, അതായത് ആൽഫ്രഡ് എന്ന പേര് നമ്മൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, സോ ആൽഫ്രഡിനോടാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ആൽഫ്രഡിനോട് ചോദിക്കാം, ഓക്കെ ആൽഫ്രഡ്, ലെറ്റ് മീ ഗോ ത്രൂ യുവർ ഫാദേഴ്സ് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഗോ ത്രൂ ചെയ്യുക, അതൊന്ന് ചെക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, സോ ലെറ്റ് മീ ഗോ ത്രൂ യുവർ ഫാദേഴ്സ് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് നോക്കി. ഓക്കെ, ഓൾ റൈറ്റ് എന്നൊക്കെ ഒരു നിങ്ങൾ ശരിക്കും ചെയ്യുവാണ് എന്നുള്ള രീതിയിൽ അത് നിൽക്കുക. ആ സമയം കൊണ്ട് നിങ്ങൾ ആ 2 സെക്കൻഡ്സ് പോസ് എടുക്കുന്ന സമയം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആദ്യത്തെ 2 ടാസ്കുകൾ എന്ത് ചെയ്യാൻ പറ്റും, വായിക്കാൻ പറ്റും. ഓൾ റൈറ്റ്, സോ ഓക്കെ, സോ ആൽഫ്രഡ് എന്നുള്ള രീതിയിൽ നമ്മൾ പോവുകയാണ് എങ്കിൽ കുറച്ചുകൂടെ ഒരു നാച്ചുറാലിറ്റി അവിടെ ഫീൽ ചെയ്യും. ക്ലിയർ അല്ലേ? സോ അവിടെ ആ പോസ് എടുക്കുന്ന സമയം കൊണ്ട് മീൻവൈൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ടാസ്കുകൾ വായിച്ചു നോക്കാം. നിങ്ങൾ ചുമ്മാതെ നോക്കിയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, സോ അവിടെ നമ്മൾ എന്ത് ചെയ്തു, ടാസ്ക് വായിക്കുന്നു. ടാസ്ക് വായിച്ചിട്ട് എന്താണ്,
Okay, Alfred. So, what do you know about dialysis? അല്ലെങ്കിൽ do you know anything about dialysis? എന്ന് നമുക്ക് ചോദിക്കാം. Because we are giving information to the patients. First of all, we need to ask whether they know anything about that condition, anything about the procedure എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, സോ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആൽഫ്രഡിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആൽഫ്രഡ് എന്ത് പറഞ്ഞു? നഴ്സ്, എനിക്കൊരു ഐഡിയ ഇല്ല എന്താണ് ഡയാലിസിസ് എന്നൊക്കെയുള്ള ഐഡിയ ഇല്ല എന്ന് പറയുന്നത്. അപ്പം നമുക്ക് രണ്ട് സാധനം ഇവിടെ തന്നിട്ടുണ്ട്. കിഡ്നി ഫെയിലിയറിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്, ഡയാലിസിസിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, കിഡ്നി ഫെയിലിയർ എന്താണെന്ന് I can really understand your situation. I will tell you about what dialysis is, അല്ലെങ്കിൽ what does dialysis include എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, സോ എന്നിട്ട് എന്ത് ചെയ്യാം, so for the people whose kidneys are no longer working or unable to remove waste, the doctors will suggest a procedure named as dialysis, that is same as of your father's condition. In your father's condition, your father's kidneys are no longer working and it's unable to remove waste, so your father's doctor has suggested for a dialysis program, that is in which a machine will clean the blood and revert it back to your father's body. Am I making myself clear to you? എന്ന് ചോദിക്കാം. ക്ലിയർ ആണോ? അത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് പറയുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റയടിക്ക് തന്നെ ആ ഒരു ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. കാരണം താഴെ നമുക്ക് പിന്നെയും എക്സ്പ്ലനേഷൻ കുറേ കിടപ്പുണ്ടല്ലേ. അപ്പം പെട്ടെന്ന് തന്നെ അത് രണ്ടും കണക്ട് ചെയ്ത് സംസാരിക്കുവാണെങ്കിൽ നമുക്കതൊന്നിച്ചങ്ങ് തീർക്കാൻ പറ്റും. കിഡ്നി ഫെയിലിയർ എന്താണ്, അതുകൊണ്ടാണ് ഡയാലിസിസ് വേണ്ടതെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ ചോദിക്കുന്ന, ആർ യു ഗെറ്റിംഗ് മൈ പോയിൻറ്റ്സ്, ആർ യു ക്ലിയർ വിത്ത് മൈ പോയിൻറ്റ്സ്, ആം ഐ അണ്ടർസ്റ്റാൻഡബിൾ ടു യു, ആം ഐ ക്ലിയർ ടു യു എന്നൊക്കെയുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ, അത് ചോദിച്ചു കഴിഞ്ഞിട്ട് ഡു യു ഹാവ് എനി അതർ ക്വസ്റ്റ്യൻസ് എന്ന് ചോദിക്കാം. ഓക്കെ, അയാൾക്ക് കാര്യം മനസ്സിലായി എന്തിനു വേണ്ടിയിട്ടാണ് ഡയാലിസിസ് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ അയാൾ ദാറ്റ് പേഴ്സൺ ആൽഫ്രഡ് ഈസ് ഹാവിങ് ഡൗട്ട് റിഗാർഡിങ് വൈ ഹിസ് ഫാദർ റിക്വയർസ് tri-weekly dialysis program. So he is asking, nurse, I do have a concern why my father requires tri-weekly dialysis program എന്ന് ചോദിക്കുകയാണ് അല്ലേ. സോ അവിടെ നമുക്ക് your concerns are reasonable, Alfred. I will explain why your father requires 3 times a week, why your father requires dialysis 3 times a week. As I've already mentioned, your father's kidney is at end stage renal failure or kidney failure. His kidneys are not able to produce reduction, and as you can see in your father's condition, there are swelling in his lower extremities, അല്ലെങ്കിൽ which will ഇങ്ങനെ വേണേലും പറയാം. As I've already mentioned, your father is having an end stage kidney failure, so his kidneys are no longer producing any urine, which will make which will cause swelling to your father, and to remove that your father requires 3 times weekly dialysis program. Am I understandable to you എന്ന് ചോദിക്കാം. ക്ലിയർ ആണ് എന്ന് പറയുന്നു. ഓക്കെ, ഇസ് ദർ എനിത്തിങ് എൽസ് കൺസേണിങ് യു, നിങ്ങളെ എന്തെങ്കിലും വേറെ കൺസേൺ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അവിടെ പേഷ്യൻ്റ് ചോദിക്കുകയാണ്, നഴ്സ്, എൻ്റെ ഫാദറിന് ഇമ്പ്രൂവ് ആവാനുള്ള സാധ്യതയൊന്നും ഇല്ലേ എന്നുള്ള രീതിയിൽ ബീങ് എ സൺ അവിടെ കൺസേൺ ഇടുകയാണ്. നഴ്സ്, ഈ 3 times വീക്ക്ലി ആയിട്ടുള്ള പ്രോഗ്രാം എൻ്റെ ഫാദറിൻ്റെ കിഡ്നി ഇമ്പ്രൂവ് ആവാനുള്ള സാധ്യതയില്ലേ, അല്ലെങ്കിൽ ഈ ഇത് ചെയ്താൽ, ഡയാലിസിസ് ചെയ്താൽ എൻ്റെ ഫാദറിൻ്റെ കിഡ്നി വർക്ക് ചെയ്യുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, ഈ മകൻ ചോദിക്കുകയാണ്. സോ അവിടെ നമുക്ക് പറയാൻ പറ്റും, ഐ നോ ബീങ് എ സൺ യു ആർ റിയലി കൺസേൺഡ് അബൌട്ട് യുവർ ഫാദേഴ്സ് കണ്ടീഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, I can really sense your emotions, and from your voice I can understand how much you love your father എന്നുള്ള രീതിയിലാണെങ്കിലും നമുക്ക് പറയാൻ പറ്റും. എനിക്കറിയാം നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഫാദറിനെ പറ്റി വറീഡ് ആണ്, കൺസേൺഡ് ആണ്, എത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ ഫാദറിനെ ലവ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാൻ പറ്റുന്നുണ്ട് എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഫ്രം യുവർ വോയിസ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് യു ലവ് യുവർ ഫാദർ ആൻഡ് ഐ ക്യാൻ റിയലി സെൻസ് യുവർ ഇമോഷൻ, ആൽഫ്രഡ് എന്നുള്ള രീതിയിൽ പറയാം. ബട്ട് ഐ എം
sorry to say that according to your father's medical condition, it is unlikely to improve. That means it is very unlikely that his kidneys will start working again. So it is important for him to do dialysis on 3 times a week. Am I understandable to you? Are you getting my points? Are you clear with my point? Are you getting my points എന്നൊക്കെയുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാൻ പറ്റും. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് ചോദിക്കുകയാണ്, നേഴ്സ് എനിക്ക് എന്താണ് എൻ്റെ ഫാദറിൻ്റെ ഇതിനെപ്പറ്റി ഓർത്തിട്ട് ഭയങ്കര വറീഡാണ്, ടെൻസ്ഡാണ്, ഇതിനെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ, ഈ ട്രീറ്റ്മെൻറ്റ് പെയിൻഫുള്ളാണോ എന്നൊക്കെയുള്ള രീതിയിൽ എന്ത് ചെയ്യാണ് ആൽഫ്രഡ് ചോദിക്കുകയാണ്. നമുക്കപ്പം ഒരു റീഅഷുറൻസ് കൊടുക്കണം. ഇവിടെ ഭയങ്കരമായിട്ട് റീഅഷുറൻസ് ആണ് ആവശ്യം വരുന്നത്. അപ്പം നമുക്ക് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ ഉള്ള നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമുക്ക് പറയാം, ഐ നോ ദിസ് മസ്റ്റ് ബി എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഫോർ യു, ബട്ട് ആൽഫ്രഡ് what I can say is that this treatment is initially painful, അല്ലെങ്കിൽ during this treatment initially he may find some discomfort while inserting the needle എന്ന് പറയാൻ പറ്റും. while inserting the needle, afterwards it will get that irritation will get subsided, and there are chances that your father may experience some side effects like fatigue, low blood pressure, muscle cramps, etc. But don't worry, your father will be under our close monitoring, and if anything uneventful things happen, അല്ലെങ്കിൽ if anything unexpected events happens, we'll be there to help your father. Will be there to take care of your father. So please don't worry. Please put your mind at ease and please be relaxed. Your father will be safe in our hands എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അവിടെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യണം, ആ ആൽഫ്രഡിനെ റീഅഷ്വർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ അങ്ങനെ റീഅഷ്വർ ചെയ്ത് ഭയങ്കരമായിട്ട് നമ്മൾ റിലാക്സ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് അടുത്ത എന്താണ്, പേഷ്യൻ്റ് ആർ യു അണ്ടർസ്റ്റാൻഡബിൾ, ആം ഐ അണ്ടർസ്റ്റാൻഡബിൾ എന്നുള്ള രീതിയിൽ ചോദിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് ചോദിക്കുകയാണ്, നേഴ്സ് ഇനി എനിക്ക് ഫാദറിന് ചെയ്ത് കൊടുക്കണം, ഡയാലിസിസ് ചെയ്ത് കൊടുക്കണം, പക്ഷെ എന്നാലും എൻ്റെ ഒരു ഡൗട്ട്, ഈവൻ ഇഫ് മൈ ഫാദർ ഡസൻ ഡു ഡയാലിസിസ് ഓൺ, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ അച്ഛൻ ഇത്രയും 81 years ഓൾഡാണ്, ഇനിയും എൻ്റെ ഫാദറിനൊരു പെയിൻ കൊടുക്കാൻ എനിക്ക് ആഗ്രഹമില്ല, അതുകൊണ്ട് ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം വരിക എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു ആൽഫ്രഡ് ചോദിച്ചു. സോ നമുക്ക് പറയാൻ പറ്റും, യുവർ കൺസേൺസ് ആർ വാലിഡ് ആൽഫ്രഡ്, ബട്ട് ഇറ്റ് ഈസ് നെസസറി ഫോർ യുവർ ഫാദർ ടു കണ്ടിന്യൂ വിത്ത് ദിസ് ഡയാലിസിസ് ട്രീറ്റ്മെൻറ്റ്. As I've already mentioned, your father's kidney is not working and he won't be able to produce any urine, which may lead to further complications. That means your father will become very ill and sometimes it may lead to some fatal complications. So in order to avoid that, it is necessary for your father to continue with his dialysis treatment, or it is very necessary അല്ലെങ്കിൽ imperative that your father is continuing with his dialysis treatment. It will really help you to, അല്ലെങ്കിൽ I can assure you that by continuing this dialysis treatment, your father's quality of life will be improved, അല്ലെങ്കിൽ your father's quality of life will be improved എന്നുള്ള രീതിയിൽ പറയാം. ക്ലിയർ അല്ലേ? സോ അത് എന്തുകൊണ്ടാണ് അത് കണ്ടിന്യൂ ചെയ്യേണ്ടത്, കാരണം ഫാദർ എന്ത് ചെയ്യും, വെരി ഇല്ലാവും എന്ന് പറയാം. നമ്മൾ ഓൾറെഡി അത് കണക്ട് ചെയ്ത് പറയാം, ദാറ്റ് അവരുടെ കിഡ്നി ഫെയിലിയർ എൻഡ് സ്റ്റേജ് ആണ്, യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യില്ല, അപ്പോൾ ഫാദർ എന്താവും, ഇല്ലാവും. ദാറ്റ് മീൻസ് അയാൾ ഫേറ്റൽ ആയിട്ടുള്ള ഇൽനെസ്സിലേക്ക് വരും, ആൻഡ് അത് ഭയങ്കര ഫർദർ കോംപ്ലിക്കേഷൻസ് ആവും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അവർക്ക് അതിൻ്റെ ബെനിഫിറ്റും കൂടെ പറഞ്ഞു കൊടുക്കുക, ദാറ്റ് ബൈ ഫോളോയിങ് അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് വിത്ത് ദിസ് ഡയാലിസിസ് ട്രീറ്റ്മെൻറ്റ് യുവർ ഫാദർ വിൽ ബി ഏബിൾ ടു ലീഡ് എ ക്വാളിറ്റി ലൈഫ്. ആം ഐ അണ്ടർസ്റ്റാൻഡബിൾ ടു യു, ആർ യു ക്ലിയർ വിത്ത് മൈ പോയിൻറ്റ്സ് എന്നൊക്കെയുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും,
ചോദിക്കാൻ പറ്റും. എന്നിട്ട് എന്താണ്, ആർ യു ഗെറ്റിംഗ് മൈ പോയിൻറ്റ്സ്, ഹൗ ഡു യു ഫീൽ അബൌട്ട് മൈ അഡ്വൈസ് എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുക. ഇനി ലാസ്റ്റിൽ എന്ത് ചെയ്യരുത്, ഡു യു ഹാവ് എനി കൺസേൺസ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പോകരുത്, ചോദിക്കാൻ പോകരുത്. ക്ലിയർ അല്ലേ? സോ ആർ യു ഗെറ്റിംഗ് മൈ പോയിൻറ്റ്സ്, ആർ മൈ അണ്ടർസ്റ്റാൻഡബിൾ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞിട്ട് അവസാനം എന്താണ്, വെൽ ആൽഫ്രഡ്, ഐ ഹോപ്പ് ഐ ക്ലാരിഫൈഡ് ഓൾ യുവർ കൺസേൺസ് ആൻഡ് ഐ നോ ബീങ് എ സൺ ദിസ് മസ്റ്റ് ബി എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഫോർ യു, ബട്ട് പ്ലീസ് ഡോണ്ട് വറി, യുവർ ഫാദർ വിൽ ബി ഓൾ റൈറ്റ് എന്നൊക്കെയുള്ള രീതിയിൽ പറയാൻ പറ്റും. അല്ലെങ്കിൽ ബൈ ഡൂയിങ് ദിസ് ഡയാലിസിസ് പ്രോഗ്രാം യുവർ ഫാദേഴ്സ് കണ്ടീഷൻ, അല്ലെങ്കിൽ ബൈ ഡൂയിങ് ദിസ് ഡയാലിസിസ് പ്രോഗ്രാം യുവർ ഫാദേഴ്സ് ക്വാളിറ്റി ഓഫ് ലൈഫ് വിൽ ബി ഇംപ്രൂവ്ഡ്, സോ പ്ലീസ് don't worry about it Alfred എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, conclude ചെയ്യുക. I hope I have clarified all your concerns. If you are having any doubts or queries or concerns, please press the bus. You can contact me. I'll be there to help you എന്ന് പറഞ്ഞിട്ട് thank you Alfred. I wish your father a good health എന്ന് പറഞ്ഞ് നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ എല്ലാവർക്കും? എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ? Is anybody having any concerns? Okay, so I hope everyone is clear with this role play card, and I hope എല്ലാവർക്കും എങ്ങനെ ഒരു ബൈസ്റ്റാൻഡർ കേസ്, എങ്ങനെ ഒരു ഇൻഫർമേഷൻ ഗിവിങ് കേസ് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് വെനെവർ വി ആർ എക്സ്പ്ലെയിനിങ് എനിത്തിങ് ടു ദ ബൈസ്റ്റാൻഡർ, നിങ്ങളുടെ ആളുടെ കണ്ടീഷൻ ബേസിസിൽ നിങ്ങൾക്കിത് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അവരത് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോവുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ, നൈസ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഐ ഹോപ്പ് എവ്രി വൺ ഈസ് ക്ലിയർ വിത്ത് ദിസ് റോൾ പ്ലേ കാർഡ്. ആൻഡ് നെക്സ്റ്റ് ഡേ വിൽ ബി ഹാവിങ് എ ലൈവ് സെഷൻ ഫോർ അവർ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ. അടുത്ത ദിവസം, ദാറ്റ് ഈസ് ഓൺ ട്യൂസ്ഡേ, വിൽ ബി ഹാവിങ് എ ലൈവ് സെഷൻ. സോ മൈറ്റ് ബി ഓൺ വെനസ്ഡേ, ചിലപ്പോൾ ട്യൂസ്ഡേയിലോ വെനസ്ഡേയിലോ നമുക്ക് ഇന്നുണ്ടാവും ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ലൈവ് സെഷൻ ഉണ്ടാവും. സോ വെയിറ്റ് അണ്ടിൽ ദെൻ. ദിസ് ഇസ് മീ അബിയ ഫ്രം ടിജൂസ് അക്കാഡമി, തിരുവല്ല ബ്രാഞ്ച്, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ.